കോട്ടൻ്റെ ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഇതിനി ഒരു കിഴി പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ രാത്രിയിലെ അടുക്കള ജോലിയെല്ലാം തീർന്ന് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ ഇതുകൊണ്ട് ഇതുപോലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. കിച്ചണിൽ ഉറുമ്പിൻ്റെ ശല്യമുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലും സൈഡിലുള്ള ഭിത്തിയിലുമൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ജനലിൻ്റെ സൈഡിലുള്ള പടിയിലും അങ്ങനെ കിച്ചണിൽ എവിടെയൊക്കെയാണോ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമുള്ളത് അവിടെയൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് മില്ലിൽ നിന്ന് ഡയറക്റ്റ് പൊടിച്ചു വാങ്ങിയ പൊടിയായതുകൊണ്ട് നല്ല സ്മെല്ലുമുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് സ്പൂൺ വെച്ചിട്ട് കൊടുത്താൽ ഒരുപാട് മഞ്ഞൾപ്പൊടി വീഴും. ഇങ്ങനെ കിഴി വെച്ച് ചെയ്താൽ ഒരുപാട് മഞ്ഞൾപ്പൊടി പുറത്തു പോവുകയുമില്ല. എന്നാൽ മഞ്ഞളിൻ്റെ നല്ല മണവും കിട്ടും. കിച്ചണിലുള്ള ഉറുമ്പിൻ്റെയും മറ്റ് ചെറു പ്രാണികളുടെയും ഒക്കെ ശല്യം നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം. ഇങ്ങനെ ഉപയോഗിക്കാനായി പഴകിയ മണമില്ലാത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത്. പുതിയത് തന്നെ എടുക്കുക. ഈ ഒരു കിഴി തന്നെ നമുക്ക് 2 ആഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത ശേഷം ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. ഒരു സ്മെല്ലും പോകാതെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ, ഉപകാരമാവും. We all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share.